MS ഓഫീസ് ടൂൾസ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഈ സെയിൽസ് റിപ്പോർട്ടിൽ 27/1/2014 മുതൽ ഓരോ ഡേറ്റിലും മന്തിലും വ്യത്യാസം കാണാവുന്നതാണ്. ഈ ഡേറ്റും മന്തും അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് 2015 2017 എന്ന് മാത്രം ഇയർ മാത്രം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ഇവിടെ ഒരു കോളം ഇൻസർട്ട് ചെയ്യുക. കഴ്സർ ഇവിടെ വയ്ക്കുക. ഈക്വൽ ടു ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇയർ 2015 16 17 നമുക്ക് ആവശ്യമുള്ള ഇയർ ഇവിടെ ടൈപ്പ് ചെയ്യുക. 2015 ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ശേഷം കോമ മന്ത് എന്ന് ടൈപ്പ് ചെയ്യുക. മന്ത് ടൈപ്പ് ചെയ്ത് കോമ മന്ത് എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റിൽ B5 അഥവാ ഒന്നാമത്തെ കോളത്തിൻ്റെ ഈ 27/1/2014 എന്ന കോളം നമ്പറായ B5 എന്ന് ടൈപ്പ് ചെയ്യുക. കോളം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കോമ അടുത്തത് ഡേ എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും B5 എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ടോട്ടൽ ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇവിടെ 27/1/2014 27/1/2015 മുതൽ എല്ലാ മന്തും ഡേറ്റും കൃത്യമായി ഇയർ മാത്രം ഇവിടെ ചേഞ്ച് ചെയ്തായി കാണും. ഇനി ഈ ഫോർമാറ്റിൽ നിന്നും ഡേ ഫസ്റ്റും മന്ത് സെക്കൻഡും ആവുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെൽ എന്ന ഈ ഓപ്ഷനിൽ പോവുക. ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശേഷം മൗസ് പോയിന്റിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ കോളത്തിലും ഇത് അപ്ലൈ ചെയ്തായി കാണും. ഇതുപോലെ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇതിന് താഴെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇയറിൻ്റെ താഴെ 2015 മുതലുള്ള സെയിൽസ് റിപ്പോർട്ട് ഇതിന് താഴെ പേസ്റ്റ് ചെയ്ത് ഡേറ്റും മാസവും അതേപോലെ കീപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ അറിവ് കൂടി ഷെയർ ചെയ്യുക. വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.